ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നോമ്പൊക്കെ തുടങ്ങിയിട്ട് ഇപ്പോൾ ഇത്ര ദിവസമായി നമ്മൾ ഇതുവരേക്കും ഒരു സ്നാക്ക് റെസിപ്പി ഒന്നും നമ്മൾ ഷെയർ ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇഫ്താർ സ്നാക്ക് റെസിപ്പിയാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് മുമ്പായിട്ട് പ്ലീസ് എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഈ ഇഫ്താർ സ്നാക്ക് എങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം. അപ്പോൾ അതിനായിട്ട് ഞാൻ അവിടെ ഏകദേശം 1 കപ്പ് അളവിൽ മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് വേണമെങ്കിൽ അരക്കപ്പ് അളവിൽ മൈദയും അരക്കപ്പ് അളവിൽ ഗോതമ്പ് പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് എടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ അളവിൽ ഓയിലാണ്. ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും അതുപോലെ 1 ടീസ്പൂൺ അളവിൽ, ഒന്നല്ല 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ കൂടി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് കൈ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ ഭൂരിമാവിൻ്റെ പരുവത്തിൽ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഏകദേശം ഈ ഒരു രീതിയിലാണ് നമ്മുടെ മാവ് ഇരിക്കേണ്ടത്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇത് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ മസാലക്കായുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഇനി ആദ്യമായിട്ട് ഇതിലേക്ക് തയ്യാറാക്കാൻ പോകുന്നത് മയോണൈസ് ആണ്. മയോണൈസ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു മുട്ടയുടെ വെള്ള എടുത്തിട്ടുണ്ട്. മഞ്ഞ മാറ്റിയിട്ട് വെള്ള മാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഞാനൊരു 2 ചെറിയ കഷ്ണം വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് ഈ മുട്ടയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മയണൈസാക്കി റെഡിയാക്കി എടുക്കാം. അതുപോലെ തന്നെ ഒരു അല്പം ഞാൻ വിനാഗിരിയുടെ അടപ്പിൽ ആ അടപ്പിൽ തന്നെ കാലടപ്പോളം വിനാഗിരിയാണ് എടുത്തിട്ടുള്ളത്. അതുകൂടി നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മയണൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചെറിയൊരു ചട്നി കൂടി റെഡിയാക്കി എടുക്കണം, ഒരു ഗ്രീൻ ചട്നി. അതിനായിട്ട് ഞാൻ കുറച്ച് തേങ്ങയും ഒരു 2 കഷ്ണം വെളുത്തുള്ളിയും അതുപോലെ കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളകും ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് പിന്നെ ചെറിയൊരു പുളിപ്പിനായിട്ട് ഒരു 2 ടീസ്പൂൺ അളവിലോ അല്ലെങ്കിൽ 1.5 ടീസ്പൂൺ അളവിലോ കുറച്ച് തൈര് കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ ചട്നിയും തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മയോണൈസ് റെഡിയാക്കി കിട്ടി, അതുപോലെ തന്നെ ചട്നിയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മുട്ടയുടെ മസാല കൂടി റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഏകദേശം ഒരു 4 മുട്ട എടുത്തിട്ടുണ്ട്. ഈ മുട്ടയുടെ പുഴുങ്ങിയ മുട്ടയാണ്. അതിൻ്റെ വൈറ്റും അതുപോലെ യെല്ലോയും സെപ്പറേറ്റ് ആക്കി എടുക്കുക. അതായത് യോക്ക് നമ്മൾ സെപ്പറേറ്റ് ആക്കിയിട്ട് വൈറ്റ് നമ്മൾ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ അതിൻ്റെ യെല്ലോ ഭാഗം സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്. വൈറ്റിന് നമുക്ക് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന വൈറ്റിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുക അതിലേക്ക്. അതുപോലെ തന്നെ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് നല്ലതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുക. അത് നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് ഓയിൽ, അതായത് നമ്മൾ നേരത്തെ മയോണൈസ് റെഡിയാക്കാൻ എടുത്തതിൻ്റെ ബാക്കിയുള്ള ഓയിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ആ ഓയിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഓയിൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ മുട്ടയുടെ വെള്ള ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് മസാല പുരട്ടി വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ആക്കേണ്ട, ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ആ മസാല എഗ്ഗിൽ പിടിക്കുന്ന രീതിയിലാക്കി എടുക്കുക. എന്നിട്ട് നമുക്കത് കോരി മാറ്റാം. എന്നിട്ട് നമുക്ക് ആ പാനിലേക്ക് തന്നെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ സവോളയും അതുപോലെ തന്നെ നമ്മൾ മുളക് ബജി ഉണ്ടാക്കുന്ന ആ മുളകാണ് എടുത്തിട്ടുള്ളത്. അതുകൂടി കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉപ്പുകൂടി ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അതുപോലെ തന്നെ നല്ലതുപോലെ വഴറ്റേണ്ട, ചെറുതായിട്ടൊന്ന് പച്ചപ്പ് മാറുന്ന രീതിയിലേക്ക് ആക്കി എടുത്താൽ മതിയാവും.
അപ്പോൾ അത് ഏകദേശം നമ്മുടെ സവോളയും പച്ചമുളകും നല്ലതുപോലെ ഒന്ന് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. പൊടികൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരുപാട് പൊടികൾ ചേർക്കുന്നില്ല. കുറച്ച് കുരുമുളക് പൊടി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അതായത് ഉപ്പും കുരുമുളക് പൊടിയും മാത്രമാണ്. അപ്പോൾ ഏകദേശം ഒരു 3 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി മാത്രം ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മുട്ടയുടെ മഞ്ഞ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് നല്ലതുപോലെ ഒന്ന് മസാലയിലേക്ക് ഉടച്ചെടുക്കാം. അപ്പം അതുകൂടി ഉടച്ചതിന് ശേഷം നമുക്ക് ഈ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മയോണൈസ് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. മയോണൈസ് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ മസാല ഇട്ടാക്കി വെച്ചിരിക്കുന്ന മുട്ടയുടെ വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതുകൂടി ചേർത്ത് കഴിയുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള മാവ് ഒന്ന് പരത്തി എടുക്കാം. അപ്പം ഞാൻ എന്താ മാവ് ഇവിടെ കറക്റ്റ് ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്തി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഞാനത് കീറിയിട്ട് ഒന്നുകൂടെ അതിൻ്റെ പുറത്തേക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ട് വീണ്ടും പരത്തി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിങ്ങനെ കട്ട് ചെയ്തിട്ട് വീണ്ടും വെച്ചിട്ട് പരത്തി എടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ആ മാവ് കിട്ടുമ്പം നമ്മളത് ഫ്രൈ ചെയ്യുമ്പോൾ ചെറിയൊരു ലെയർ പോലെ തോന്നും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളത് അങ്ങനെ ചെയ്തെടുക്കുന്നത്. അത്യാവശ്യം നല്ലതുപോലെ തന്നെ തിന്നായിട്ട് പരത്തി എടുക്കുക. അപ്പോൾ ഞാൻ ഏകദേശം ഇത്ര അളവിലാണ് തിന്നാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ പീസസ് ആയിട്ട് റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് വെച്ചിട്ട് റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കട്ട് ചെയ്തതിൻ്റെ ബാക്കി വരുന്ന മാവ് കൂടി നമുക്ക് ഇതേപോലെ തന്നെ പരത്തി എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം നമ്മൾ റൗണ്ടായിട്ട് ഇതെല്ലാം ഒന്ന് നല്ലതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് വരാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാല നമുക്ക് ഇതിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം. ചെറിയ അളവിൽ ഒരു 2 ടീസ്പൂണ് അളവിൽ വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ഗ്രീൻ ചട്നി കൂടി ഇതിനകത്തേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതൊന്ന് കവർ ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ ഒരു മോമോസ് ഒക്കെ റെഡിയാക്കുന്ന പോലെ അതൊന്ന് ഫ്ലേവർ ടൈപ്പിലാക്കിയിട്ടാണ് കവർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് ഏകദേശം ഈ ഒരു ഷേപ്പിലാണ് ഞാനത് ആക്കി എടുത്തിട്ടുള്ളത്. ഇനി നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പം നമ്മൾ ബേക്കിംഗ് സോഡ ചേർത്തുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അതൊന്ന് ഫ്രൈ ആയി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതാ നമ്മുടെ ഇതൊക്കെ നല്ലപോലെ ഫ്രൈ ആയിട്ട് നമ്മളത് കോരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഇഫ്താർ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുക തന്നെ ചെയ്യും. അപ്പോൾ നമ്മളത് കഴിക്കുന്ന ടൈമിൽ ആ പുറത്തെ മാവിൻ്റെ ഒരു ടേസ്റ്റും അതുപോലെ ഉള്ള ചട്നിയുടെ ടേസ്റ്റും പിന്നെ മസാലയുടെ ടേസ്റ്റും ഒക്കെ ആകുമ്പോഴേക്കും നല്ലതാണ്. അതുപോലെ തന്നെ സോസൊക്കെ മുക്കി കഴിക്കുക. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോസായിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. നല്ല നല്ല റെസിപ്പീസായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.